ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിൽ പോയി. അപ്പോൾ ഞാൻ കരുതി ലഞ്ചിൻ്റെ പണിയെടുക്കുന്നതിന് മുൻപായി തന്നെ ഗ്യാസ് അടുപ്പൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നോർമലി ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസം ഫ്രൈഡേ ആണ് ഗ്യാസ് ക്ലീനിങ് ഒക്കെ ചെയ്യുക. പക്ഷെ എനിക്ക് കഴിഞ്ഞ ഫ്രൈഡേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം വേഗം തന്നെ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് സ്പൈസസൊക്കെ പൊടിച്ച് വെക്കാനുണ്ടായിരുന്നു. കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഗ്രോസറി എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള പണികളൊക്കെ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡ് എന്തായാലും നമ്മൾ തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രൈഡേ ആയിരുന്നു ഞാൻ ഗ്രോസറി ഒക്കെ വാങ്ങിച്ചത്. പിന്നെ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് നമ്മൾ ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്നതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ വറ്റൽ മുളകുണ്ടല്ലോ, അതൊക്കെ ബോട്ടിൽ കാലിയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. മറ്റുള്ള ഗ്രോസറീസൊക്കെ ഞാൻ ടൈം കിട്ടുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ പൊടിച്ച് വെക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനിയുള്ളത് നമുക്ക് കുരുമുളക് പൊടി. ഞാൻ കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് വാങ്ങിച്ചിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. പൗഡർ വാങ്ങിക്കാറില്ല. ഇവിടെ ഹസ്ബൻഡിനൊക്കെ കുരുമുളക് ഇട്ടിട്ടുള്ള റെസിപ്പി ഇഷ്ടം. അപ്പോൾ അതിൽ ആ ചെറിയ ചെറിയ തരിതരിയായിട്ട് ആ കുരുമുളക് അടിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവൻ കുരുമുളക് വാങ്ങിയിട്ട് അത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ കുരുമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ അതങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ബോട്ടിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ ഗരം മസാലയും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. പൊടി വാങ്ങിക്കാറില്ല. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ. എൻ്റെ വീട്ടിലും അങ്ങനെ ഞാൻ കണ്ട് ഇത് ഉമ്മയും ഉമ്മാമയൊക്കെ ഗരം മസാല നല്ല പോലെ ഉണക്കിയിട്ട് പൊടിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ എനിക്ക് പുറത്ത് വെച്ചിട്ട് ഉണക്കാനുള്ള ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് പാനിലിട്ടിട്ട് ചൂടാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ കുരുമുളകൊക്കെ പൊടിച്ച് അതിൻ്റെ ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗരം മസാല. അപ്പം ഞാൻ മുഴുവനായിട്ടുള്ള ഗരം മസാല മിക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങിയിട്ടാണ് പൊടിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഫ്രൈയിങ് പാന് അടുപ്പിൽ വെച്ച് അതിലേക്ക് ആ ഹോൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇനി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും. അല്ലാതെ കളറ് മാറുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെയിലിൽ ഉണക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല. എൻ്റെ വീട്ടിൽ നിന്നെല്ലാം ഞാൻ പണ്ട് മുതലേ കാണുന്നത് ഉമ്മക്ക് വെയിലെല്ലാം ഉണക്കിയിട്ടാണ് അത് പൊടിച്ചെടുക്കൽ. അപ്പോൾ ഞാൻ മുമ്പ് വില്ലയിലുണ്ടായ സമയത്ത് അങ്ങനെ ഒരു 2-3 തവണ വെയിലെല്ലാം ഉണക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ ഫ്രൈയിങ് പാനിലിട്ടിട്ടാണ് ചെയ്യാറ്. ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചെറിയ ചൂട് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ജാതിക്ക ഉണ്ടാവില്ല, അത് ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇതില്ല അതിട്ട് കൊടുത്തിട്ട് അതും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗരം മസാല പൊടിച്ചതും ബോട്ടിലേക്ക് ആക്കിയിട്ട് അതൊക്കെ എടുത്ത് വെച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് എനിക്ക് ചെമ്മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ നെയ്ച്ചോറും പരിപ്പ് കറിയും ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെമ്മീനൊന്ന് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണിത്.
അങ്ങനെ ചെമ്മീനെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് എനിക്ക് ഇന്ന് ലഞ്ചിന് വേണ്ടത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്രൈ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ട് അതൊക്കെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ചെറിയ ചതക്കുന്ന അമ്മിയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇതിൽ ഇട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക്, മുളക് പൊടി, കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സ്പൈസി ആയിട്ടുള്ളൊരു പ്രോൺസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ കൈവച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കുക. മസാല എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മതിയാകും. ഒരു 2-3 ടീസ്പൂൺ പോലെ ആ ഒരു അളവിൽ അങ്ങനെ മതിയാകും. എന്നിട്ട് ഒന്നും കൂടെ നല്ല പോലെ അതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അതിനി ഒരു അരമണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ സമയം ഞാൻ കരുതി പരിപ്പ് കറി വേഗം തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അപ്പം ഞാനിന്ന് നെയ്ച്ചോറും ഇതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കരുതി കുറച്ച് തൈരും ഉണ്ടാക്കുക. തൈര് നമ്മളെ കക്കിരിയും സവാള ഒക്കെ ഇട്ടിട്ടുള്ള അതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സവാള എടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പകുതി സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. സവാളയും പച്ചമുളകും പിന്നെ നമ്മുടെ പരിപ്പ് കറിയിലേക്കുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് പരിപ്പ് കറി വേഗം ഉണ്ടാക്കാൻ കരുതി. പരിപ്പ് കറിയിൽ എല്ലാവർക്കും അറിയുന്നതല്ല. അപ്പം ഞാനിതാ പരിപ്പിലേക്ക് ആ സവാളയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയോ ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഇട്ടിട്ട് അതിലേക്ക് അത് മൂടി വെച്ചിട്ട് ഗ്യാസിൽ വെക്കുന്നത്. ഞാനിതിലേക്ക് തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഇന്ന് സവാളയും പച്ചമുളകും മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് അവിടെ നിന്ന് ആവട്ടെ. ഇനി ഞാൻ പറഞ്ഞല്ലോ തൈര് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സവാള കട്ട് ചെയ്യാൻ നേരത്തെ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എടുത്തിട്ട് നീളത്തിലരിഞ്ഞിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അത് നെയ്ച്ചോറിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ചെറിയൊരു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ തൈരിനേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കക്കിരിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അരിഞ്ഞ കക്കിരിയും സവാളയും ഒക്കെ ഒരു ബൗളിലിട്ട് പിന്നെ തൈരും ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് പച്ചമുളകെല്ലാം ഇട്ടിട്ട് നല്ല പോലെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് അത് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം എൻ്റെ പരിപ്പിൻ്റെ വിസിലൊക്കെ വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കരുതി ഒന്ന് പപ്പടവും ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കില്ല. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് ഓയിൽ ചൂടാക്കുന്നുണ്ട്. അത് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ കരുതി നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരി എടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ അരി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയം പപ്പടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കരുതി വേഗം എന്നാൽ പപ്പടം ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം അരിയൊക്കെ നല്ലപോലെ കഴുകാൻ. അപ്പോൾ ഞാൻ വേഗം തന്നെ പപ്പടം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പപ്പടമൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ആ നെയ്ച്ചോറിൻ്റെ അരി വേഗം തന്നെ കഴുകിയെടുക്കാൻ നിന്നു. അങ്ങനെ അതവിടെ കഴുകി ഇതിലേക്കിട്ടിട്ട് വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ഈ സമയം കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നല്ല പോലെ വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ചിട്ടൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ ആണ്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ പരിപ്പ് കറിയിലെ വെള്ളമൊക്കെ ഒഴിച്ച് അത് സെറ്റാക്കി ഇനി അതിലേക്ക് ചട്ടി അച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ നമ്മുടെ നേരിയ ജീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പരിപ്പ് കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അത് ഞാൻ ആ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ പരിപ്പ് കറി അവിടെ സെറ്റായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി നെയ്ച്ചോറും പരിപ്പ് കറി, ആ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കരുതി ആ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇത് നാടൻ രീതിയിലുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചെയ്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം ആ ചെമ്മീനെല്ലാം ഒന്ന് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ ആ മസാല ഉണ്ടാവുമല്ലോ അത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുറന്നിട്ട് അടുക്കടി ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ചെമ്മീനെല്ലാം ഒന്ന് കുക്കാകുന്ന സമയം മതിയാവും. അതിനിതാ എൻ്റെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കരുതി വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം. കുക്കർ ചൂടായി വന്ന് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഗീയും ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസില്ല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. അത് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എത്ര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം, ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 2 ഗ്ലാസ് വെള്ളം നല്ലപോലെ കെറ്റിൽ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഇന്ന് ഞാൻ അരി വറുക്കാതെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വറുത്തിട്ടുണ്ടാക്കും. 2 തരത്തിലുണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇതാ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതവിടെ നിന്നാവുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ ബാത്റൂമിൻ്റെ ടൈൽസിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ മെയിൻ്റെനൻസിൻ്റെ ഇതിന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് അതൊക്കെ ചേഞ്ച് ആക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ പണി കഴിഞ്ഞാൽ എൻ്റെ കുളിയൊക്കെ നടക്കും. ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞ് ആ പണിക്കാരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ നിന്നു. കാരണം നല്ല പൊടി ഉണ്ടായിരുന്നു, ടൈൽസ് കട്ടിങ് ഒക്കെ ആയിട്ട് ഫുള്ള് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എല്ലാ സ്ഥലവും ജസ്റ്റ് ഒന്ന് വേഗം എല്ലാം തുടച്ചെടുത്തു. അങ്ങനെ വേഗം ഇനി അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ടാബിൾ തൊട്ടപ്പോഴാണ് പൊടിയുള്ളത് മനസ്സിലായത്. അങ്ങനെ വേഗം ടാബിളും ടീപ്പോയും
TV സ്റ്റാൻഡൊക്കെ തുടച്ച് പിന്നെ ബാക്കി എൻ്റെ അടിച്ചുവാരലൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികളോട് ഓരോരുത്തരുടെയായിട്ട് വേഗം കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ടൈൽ ഒട്ടിച്ച ഭാഗത്ത് വെള്ളം നനക്കണ്ട, ബാക്കി യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞാൻ വേഗം കുട്ടികളോട് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം എല്ലാ സ്ഥലവും ഒന്ന് നല്ല പോലെ തുടച്ചെടുക്കാനെന്ന് അങ്ങനെ വേഗം എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫുള്ള് ക്ലീനാക്കി മാഷാഅല്ലാഹ്. പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിച്ച് നിസ്കരിച്ച് അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിച്ചിരുന്ന് ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. പിന്നെ ഇതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ആകെ മൊത്തം ടയേർഡായിരുന്നു. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച ആ ചെമ്മീൻ്റെ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.